ഈ ഗവൺമെന്റിന്റെ കാലത്ത് യാതൊരു തർക്കവും വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന്റെ പ്രവൃത്തി തുടങ്ങാൻ ആവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. വാണിയമ്പലം റെയിൽവേ ഗേറ്റുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. റെയിൽവേ മേൽപ്പാലം വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾ ദ്രുതഗതിയിലാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും സ്ഥലം ഏറ്റെടുപ്പടക്കമുള്ള കാര്യങ്ങളിലെ കാലതാമസം മാത്രമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോരൂർ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാണിയമ്പലം മേൽപ്പാലം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുൻ സർക്കാരിന്റെയും CPM-ന്റെയും ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകളെ AP അനിൽകുമാർ ശക്തമായി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടികളോ ഫണ്ട് അനുവദിക്കലോ ഉണ്ടായിട്ടില്ലെന്ന് കണ്ടപ്പോഴാണ് റെയിൽവേ ഫണ്ട് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ താൻ നേരിട്ട് നടത്തിയത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെടുകയും ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ യാതൊരു തർക്കവുമില്ലാതെ എത്രയും പെട്ടെന്ന് വാണിയമ്പലം മേൽപ്പാലത്തിന്റെ പ്രവൃത്തി തുടങ്ങാൻ ആവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കും. അതിന് സ്ഥലമെടുപ്പ് പോലുള്ള സാങ്കേതിക കാര്യങ്ങളുടെ കാലതാമസം മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. വാണിയമ്പലം മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നീണ്ടുപോയത് CPM സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് കൊണ്ടാണ് എന്ന് കുറ്റപ്പെടുത്താൻ ഞാൻ തെരഞ്ഞെടുപ്പ് വരെ വന്നിട്ടില്ല. ഗവൺമെന്റ് നടപ്പാക്കില്ല അല്ലെങ്കിൽ ഫണ്ട് അനുവദിക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ തീരുമാനിച്ച് റെയിൽവേയിലേക്ക് അത് കൊടുക്കുവാനും റെയിൽവേയുടെ ഫണ്ട് കിട്ടുമോ നോക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ട് പോലും ഞാനത് രാഷ്ട്രീയ വിഷയമാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് പറയാതിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് വേളയിൽ അത് വലിയ ആക്ഷേപമാക്കി മാറ്റി. നമുക്കറിയാം, റെയിൽവേ ഗേറ്റുകളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളാണ് നമ്മളൊക്കെ. ഞാനും ഇന്നും അനുഭവിച്ചതാണ്. പക്ഷെ റെയിൽവേ ഗേറ്റുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള റെയിൽവേ ഗേറ്റുകളൊക്കെ റെയിൽവേ ഓവർബ്രിഡ്ജ് ആയി മാറുന്നതിന് ദശാബ്ദങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കണക്കെടുക്കുമ്പോൾ ഇനിയും ഏതാണ്ട് 40ഓളം റെയിൽവേ ഗേറ്റുകൾ ഇതുപോലെ ഉണ്ട്. അത് ഭൂരിഭാഗവും CPM-ന്റെ മണ്ഡലങ്ങളിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ടാണ് വൈകിപ്പോയത്. എന്നിട്ടും ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് ഇടപെട്ടു. രാഹുൽ ഗാന്ധി ഇടപെട്ടു, ഫണ്ട് അനുവദിച്ചു. അതിൽ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റിന്റെ കാലത്ത് യാതൊരു തർക്കവും വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന്റെ പ്രവൃത്തി തുടങ്ങാൻ ആവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കും. അതിന്റെ സ്ഥലമെടുപ്പ് മറ്റു കാര്യങ്ങളുടേതായ കാലതാമസം മാത്രമേ ഉണ്ടാവൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും AP അനിൽകുമാർ വ്യക്തമാക്കി. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.